നമുക്ക് ദേഷ്യവും കോപവും ഒക്കെ വർദ്ധിച്ചായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? ചില സമയത്ത് നമുക്ക് തന്നെ വിചാരിക്കാം, "അയ്യോ, ഞാൻ എന്തിനാ ആ കൊച്ചിനോട് അല്ലെങ്കിൽ അവനോട് അല്ലെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ടത്? അല്ലെങ്കിൽ ഞാൻ എന്തിനായിരിക്കും ദേഷ്യപ്പെട്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അവളോട് കോപിച്ചത്?" എന്ന് പോലും നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അല്ലേ? അപ്പം നമുക്ക് തന്നെ തോന്നാറുണ്ട് ആ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യണം, കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നമുക്ക് ഇളനീർ അഭിഷേകം നടത്താം. ഇളനീർ അഭിഷേകം നടത്തുന്നതിലൂടെ നമുക്ക് ആ ദേഷ്യവും കോപവും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ഇവരോട് സംസാരിക്കാൻ നമ്മൾ ആ മഹാവിഷ്ണുവിന്റെ രൂപം മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടദേവതയുടെ എന്താണ് നമുക്കറിയാവുന്ന നാമം നമ്മൾ ജപിക്കുക. അപ്പൊ നമുക്ക് ആ ദേഷ്യത്തെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പൊ ഈ ഇളനീരഭിഷേകം എന്നാ നടത്തേണ്ടതെന്ന് നമ്മുടെ ചാനൽ ഇതൊരു ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഈ വീഡിയോ മറക്കാതിരിക്കാൻ വേണ്ടി സേവ് ചെയ്തോളൂ. മാസത്തിൽ 1 എന്ന കണക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇളനീരഭിഷേകം നമുക്ക് മഹാവിഷ്ണുവിന് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം എന്താണ്, വിശ്വാസത്തോടെ മഹാവിഷ്ണുവിന് നമ്മൾ എന്ത് ചെയ്യുക, ഇളനീർ അഭിഷേകം നടത്തുക. നമ്മുടെ ദേഷ്യ കോപമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ.